നമസ്കാരം. എംപവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പി നൂറുദ്ദീൻ. നമ്മുടെ തമ്പനിയിൽ കണ്ടല്ലോ, കോഴിക്കോട് കോട്ടയം പരീക്ഷ എഴുതിയവർ LDC തൂക്കിയിരിക്കുകയാണ്. കാരണം ഇത്രയും ഈസി ആയിട്ടുള്ള ചോദ്യപേപ്പർ കഴിഞ്ഞ ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതിയവർക്ക് ലഭിച്ചിട്ടേയില്ല. പ്രധാനമായിട്ടും കൊല്ലം കണ്ണൂർ പരീക്ഷ എഴുതിയവരുടെ കാര്യം വളരെ സാഡാണ്. കാരണം എത്രമാത്രം സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയും, അങ്ങേയറ്റം അവരെ പരീക്ഷിച്ചുകൊണ്ടാണ് ആ ചോദ്യപേപ്പർ അവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തതും. പലരും ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആലോചിച്ചാൽ കൂടിയിട്ടും ഒരു അറ്റത്ത് എത്തിക്കാനും പറ്റുന്നില്ല. അമ്മാതിരി, അതായത് ഇനി അടുത്ത വർഷമാണ് നമുക്ക് അന്തിമ റിസൾട്ട് വരുന്നത്. അതുവരേക്കും അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ കൂടി ഭയമാണ്. ഒരുപക്ഷെ അവരോട് ചെയ്ത ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ. കാരണം എല്ലാവരുടെയും മാനസിക നില ഒരേ രീതിയിൽ പരിശോധിച്ച് പോവേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു പരീക്ഷ നിങ്ങളുടെ മാർക്ക് കൃത്യമായിട്ട് താഴെ ഇട്ടോളണം. നമ്മുടെ ഈ ഒരു പരീക്ഷയുടെ മാർക്ക് സർവേ അല്ലാതെ തന്നെ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് എടുക്കുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാൻ സഹായകരമാവും. ഞങ്ങളുടെ കട്ട് ഓഫ് പ്രഡിക്ഷന് അത് വലിയൊരു ഇത് താങ്ങാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നിങ്ങളുടെ മാർക്ക് കൃത്യമായിട്ട് ഇന്ന് പരീക്ഷ എഴുതിയവർ ജില്ല ഉൾപ്പെടെ ഒന്ന് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരീക്ഷ ഈസി ആണ് എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങേയറ്റം ഉദ്യോഗാർത്ഥികൾക്ക് ഈവൻ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പോലും രണ്ടാമത് ഒരു വട്ടം വന്ന് നോക്കി വായിച്ച് ഉത്തരം കൊടുക്കാനുള്ള സാഹചര്യം പലർക്കും ഉണ്ടായി. പലരും പറയുമായിരിക്കും ഈ ഒരു ചോദ്യപേപ്പറിൽ ഇംഗ്ലീഷ് മാത്രം കടികെട്ടിയെന്ന്. ഇംഗ്ലീഷ് ഉൾപ്പെടെ എളുപ്പം തന്നെയാണ്. മറ്റ് ചോദ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഒരു സ്റ്റെപ്പ് പാടാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കിക്ക് അല്ലെ? അപ്പോൾ ഇംഗ്ലീഷും ഈസി ആയിരുന്നു, നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. ഈ 5 ചോദ്യങ്ങൾ, ഗ്രാമറിൽ നിന്ന് വന്ന 5 ചോദ്യങ്ങൾ, അതിന്റെ ഓപ്ഷൻസ് ഇത്തിരി വലുതായിട്ട് തോന്നിയത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വന്നേക്കാം. ഒരു വൊക്കാബുലറി കുറിച്ച് ഒരു പക്ഷെ പല ഉദ്യോഗാർത്ഥികൾക്കും കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ട് ആ രീതിയിൽ ചിത്രീകരിക്കാം എന്നുള്ളതല്ലാതെ കറണ്ട് അഫയേഴ്സ് എന്താ പറയുക, ഈസി. നിങ്ങളെ മറ്റ് പല പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സ് ഒരു ചോദ്യമെങ്കിലും ഉദ്യോഗാർത്ഥികളെ വലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. മാത്സ് എന്ന് പറഞ്ഞാൽ തറ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തറ. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. മലയാളത്തിന്റെ കാര്യമാണ് കേട്ടോ, മലയാളത്തിന്റെ കാര്യങ്ങൾ. ഇനി മാത്സ്, മലയാളത്തിന്റെ കാര്യമാണ് ഞാൻ തറ എന്ന് പറഞ്ഞത്. ഇനി മാത്സ് റീസണിങ്, അതായത് നമ്മുടെ പഴയ മറ്റേ LDC പ്രിലിംസ് രീതി ഉണ്ടല്ലോ, അതിൽ ചോദിച്ച അതേ രീതിയിലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ LGSകാർക്ക് വേണ്ടി ചോദിക്കുന്ന തരത്തിലുള്ള വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമായിരിക്കാം. പക്ഷേ പരീക്ഷ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്ന അവർക്ക് അവരുടെ മാനസികാവസ്ഥ നമ്മളെപ്പോലെ ആയിരിക്കത്തില്ല. ഇത്രയും വളരെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചുമത്തറ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർക്ക് പറയാൻ പറ്റില്ല. കാരണം പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ചോദ്യപേപ്പർ ഈസി ആണല്ലോ, സ്വാഭാവികമായിട്ട് ഇതിന്റെ കട്ട് ഓഫ് കൂടുമല്ലോ. എന്നാൽ പിന്നെ അറിയാൻ പറ്റാത്ത ചോദ്യങ്ങൾ എങ്ങനെയെങ്കിലും എലിമിനേഷൻ ടെക്നിക്കിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന് അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അറിയാവുന്ന ചില ചോദ്യങ്ങൾ തെറ്റിച്ചെന്നിരിക്കും. നെഗറ്റീവുകൾ അധികമായിട്ട് കയറി വന്നെന്നിരിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഓരോ മാർക്കും നിങ്ങളെ ഈ പരീക്ഷയിൽ നിന്നും തള്ളി മാറ്റിക്കൊണ്ടേയിരിക്കും. അത്രമാത്രം ടൈറ്റ് കോമ്പറ്റീഷൻ ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ട്, പ്രത്യേകിച്ച് ഇന്ന് നടന്ന പരീക്ഷ. കാരണം പരീക്ഷാ ചോദ്യപേപ്പർ ഈസി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടും അല്ലെ? കട്ട് ഓഫ് കൂടുമെന്ന് മാത്രമല്ല, ഏറ്റവും കൂടിയ മാർക്ക് മേടിച്ച ഉദ്യോഗാർത്ഥിയും ഏറ്റവും കുറവ് മാർക്ക് മേടിച്ച ഉദ്യോഗാർത്ഥിയും തമ്മിൽ അത്ര വലിയ അന്തരമൊന്നും മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ കാണത്തില്ല എന്ന് മാത്രമല്ല, അണ്ടർസ്റ്റുഡ് ആണ്, കട്ട് ഓഫ് കൂടി വരും. അങ്ങനെയാണല്ലോ കട്ട് ഓഫ് കൂടി വരേണ്ടത്. ആ രീതിയിലാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പരീക്ഷയുടെ ഒരു അവലോകനം എന്ന് പറയുന്നത്. അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് ഒക്ടോബർ 5 നമുക്ക് ഒക്ടോബർ 5 വയനാട്, എറണാകുളം, ഒക്ടോബർ 19 അവസാനത്തെ ഘട്ടമാണ് നമ്മുടെ ഇടുക്കി, മലപ്പുറം. അപ്പോൾ അവരൊക്കെ ഈ ഒരു പരീക്ഷാ ലെവൽ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഒരുപക്ഷെ ആകണമെന്നില്ല, മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പരീക്ഷ പലരും മനസ്സിൽ പ്രവചിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ ഇങ്ങനെ
എടുത്തങ്ങിടായിരുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരും എന്ന് ആലോചിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. മറ്റ് പല പരീക്ഷ എഴുതിയ കുട്ടികൾക്കും അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. എന്ന് വെച്ച് ഇവിടെയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ ഭാഗ്യം ഭയങ്കരമായിട്ട് തുണയ്ക്കണം. ചുമ്മാ കയറി കുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവുകൾ കൂടുന്തോറും നിങ്ങളുടെ ഈ ഒരു പരീക്ഷയിലേക്കുള്ള നിങ്ങളുടെ പ്രതീക്ഷ മങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഇതൊരു ഈസി ചോദ്യപേപ്പർ ആയിരുന്നു. ഇനി ഇതിന്മേൽ എത്രമാത്രം ഡിലീഷൻസ് വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അന്തിമമായിട്ട് നമ്മൾ ഇന്നാണോ ഔട്ടാണോ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. എന്നാലും ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ ഒരു സാഹചര്യം എന്താണെന്ന് വിലയിരുത്തുവാൻ നിങ്ങളുടെ മാർക്ക് താഴെ ദയവ് ചെയ്ത് അറിയിക്കാം. കോഴിക്കോട് കോട്ടയം പരീക്ഷ എഴുതുവാനാണ് കേട്ടോ, അല്ലാതെ മറ്റ് ജില്ലകൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊല്ലം കണ്ണൂരാരെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ പറയാ, ഫൈനൽ കീ വന്നതിന് ശേഷമുള്ള അവരുടെ ആ ഒരു ലാസ്റ്റ് മാർക്ക് ആ ഒരു സർവേ ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനി പരീക്ഷ എഴുതുന്നവരും ഇതിൻ്റെതായ രീതിയിൽ നന്നായിട്ട് പഠിച്ചു പോവാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത ഒരു പരീക്ഷ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് മക്കളെ. എക്സാം കോഴ്സ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഉന്നത റാങ്കിനായിട്ട് നമ്മൾ തരുന്ന മാത്രം പഠിച്ചാൽ മതി, അതേ പരീക്ഷയ്ക്ക് വരികയുള്ളൂ. LDC പോലെയല്ല, വേറെ ലെവൽ ആണ് ഡിഗ്രി ലെവൽ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ന് വെച്ച് കിട്ടാകനെയൊന്നുമല്ല, കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്വയം പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോച്ചിങ് ചേർന്ന് പഠിക്കാം. കോച്ചിങ്ങിന് ചേർന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ തരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ വേറെ എക്സ്ട്രാ റെഫറൻസോ ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട. സ്ട്രേറ്റ് അവേ ഈ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം അത് തന്നെയാണ് ആവർത്തിക്കപ്പെട്ടത്. ഈവൻ കറണ്ട് അഫയേഴ്സ് പോലും ഇന്നത്തെ ഒരു പരീക്ഷാ ചോദ്യപേപ്പർ നമ്മൾ പുറമേ നിന്ന് പഴമാണെന്ന് പറഞ്ഞാൽ കൂടിയിട്ടും സ്വാഭാവികമായിട്ട് ഈ എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങളായിരുന്നു. എഴുതിയ കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. കാരണം പരീക്ഷ ഹാളിലിരിക്കുന്ന മാനസികാവസ്ഥ ഡിഫറെൻ്റ് ആണ്. അത് മാനിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മുടെ പ്രിലിംസ് കം മെയിൻസിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഫീ വന്നിട്ട് 5000 രൂപയാണ്, ഇൻക്ലൂഡിങ് ടാക്സ്. നിങ്ങൾക്ക് വാലിഡിറ്റി വന്നിട്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ നിന്നും കിട്ടുന്നതിനേക്കാളും കൂടുതൽ 480 ദിവസം. അതുമല്ലെങ്കിൽ എക്സാം എന്നാണോ അതുവരേക്കും കിട്ടും. പിന്നെ വേറെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഈ 480 ദിവസം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ഒരു 5-6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പരീക്ഷ കഴിഞ്ഞാലും വേറെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ നോട്ടും ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്താമല്ലോ. വേറെ എക്സാമിന് വീണ്ടും കാശ് അടച്ചുകൊണ്ടേയിരിക്കേണ്ട. സോ കയറി വരിക. ലൈവ് ഉണ്ട്, ലൈവിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, പ്രീ റെക്കോർഡ് സെഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാം. നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ഇട്ട് തരികയാണ്. UPSC അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ് ലെവൽ പരീക്ഷാ ചോദ്യപേപ്പറുകൾ കൃത്യമായി വിശകലനം ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള നോട്ടുകളാണ്. NCERT SCERT പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, എക്സാം ചോദ്യങ്ങളുടെ ഉറവിടം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ LSJ സെക്രട്ടറി മെയിൻസ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് സഹായകരമാവും ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സ്. ഇതിനായിട്ട് M-Favor ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം. ഓക്കെ, സോ നമുക്ക് ഒറ്റയടിക്ക് തന്നെ 5000 പേ ചെയ്യേണ്ട. ആദ്യം 2500 പേ ചെയ്തിട്ട് പിന്നീട് ഒരു 1 month ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ബാക്കി എമൗണ്ട് പേ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. എല്ലാവിധ ആശംസകളും. വീണ്ടും കാണാം. നന്ദി.